62 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ, അവിവാഹിത പെൻഷനുകൾ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന 55 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 2025 ഫെബ്രുവരി മാസം മുതലുള്ള തനതു മാസത്തിലെ പെൻഷൻ തുകയും കുടിശ്ശിക തുകയുടെ വിതരണം, നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്നും മാത്രം അനർഹരെന്ന് കണ്ടെത്തിയ 10 ലക്ഷത്തോളം വരുന്ന ആളുകളെ പുറത്താക്കുകയും ഇതോടൊപ്പം തന്നെ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയ മറ്റു അനധികൃത പെൻഷൻ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും ചെയ്യുന്നതിന് ബജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് പരിശോധന വീടുകളിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ ഗുണഭോക്താവിന്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ പട്ടിക തയ്യാറാക്കുമ്പോൾ അനർഹരെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രമായി പെൻഷൻ വിതരണം ചുരുക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ 2024 വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന 3 ഗഡു പെൻഷൻ തുകയായ 4800 രൂപയുടെ വിതരണം കൂടിയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുടിശ്ശിക തുക പുതിയ സാമ്പത്തിക വർഷം മുതൽ തനതു മാസത്തിലെ തുകയോടൊപ്പം 3 ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ തുകയായ 1600 രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് 3200 രൂപ വീതം 3 ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ നിന്ന് 3 ലക്ഷത്തോളം പേരെ റേഷൻ വിഹിതം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കി. ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്തവരെയാണ് ഒഴിവാക്കിയത്. റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിലും വിഹിതം ലഭിക്കില്ല. എല്ലാവരെയും മസ്റ്ററിങ്ങിന് വിധേയമാക്കാനുള്ള പൊതുവിതരണ വകുപ്പിന്റെ നടപടിയാണിത്. മുൻഗണനാ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിങ്ങിന് വിധേയമാകണം. 2024 മാർച്ച് മുതലാണ് മസ്റ്ററിംഗ് നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയത്. ഇതിനിടയ്ക്ക് 3 വട്ടം സമയം നീട്ടി നൽകി. എന്നിട്ടും മസ്റ്ററിംഗ് നടത്താത്തവർക്കുള്ള മുന്നറിയിപ്പാണിത്. വിദേശത്തുള്ളവരും മറ്റു സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരുമൊക്കെയാണ് ഇത്തരം ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവരിൽ ഏറെയും. വിവിധ കാരണങ്ങളാൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർ 9,81,500 പേരുണ്ടെന്നാണ് കണക്ക്. റേഷൻ വ്യാപാരികളുടെ സഹകരണത്തോടെ കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗും നടത്തി. അതിനുശേഷം ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് മുൻഗണനാ കാർഡിലുള്ളവരുടെ പേര് NRK എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത്. NRK ഗണത്തിൽപ്പെടുത്തുന്ന ആളുടെ റേഷൻ വിഹിതം കിട്ടിയില്ലെങ്കിലും പേര് റേഷൻ കാർഡിൽ തുടരും. PHH എന്ന മുൻഗണനാ കാർഡിൽ ഓരോ അംഗത്തിനും 5 കിലോ ധാന്യമാണ് സൗജന്യമായി ലഭിക്കുന്നത്. മുൻഗണനാ കാർഡുകാരാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. റേഷൻ വാങ്ങാനായി വിരൽ ഇ-പോസിൽ വെക്കുമ്പോൾ മസ്റ്ററിംഗ് നടക്കും. വിരൽ പതിക്കുമ്പോൾ പ്രശ്നമുള്ളവർ വിവരമറിയിച്ചാൽ ഐറിസ് സ്കാനറിലൂടെ മസ്റ്ററിംഗ് ഉദ്യോഗസ്ഥർ പൂർത്തീകരിക്കും. സ്ഥലത്തില്ലാത്തവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫേസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശാനുസരണം മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. കേരളത്തിന് പുറത്തുള്ളവർക്ക് ഫേസ് ആപ്പ് വഴി മസ്റ്ററിംഗ് നടത്താൻ കഴിയുന്ന സംവിധാനവുമുണ്ട്. അർഹതപ്പെട്ടവരുടെ റേഷൻ വിഹിതം കുറക്കുന്ന നിലപാടല്ല സർക്കാരിൻ്റേത്. മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യങ്ങൾ ഗുണഭോക്താക്കളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാർച്ച് 31 വരെ മസ്റ്ററിംഗ് നടപടികൾ നീട്ടി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ റേഷൻ വിഹിതം വെട്ടിക്കുറച്ച നടപടി പുനഃപരിശോധിക്കണം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.